രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് തന്നെയാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയാൽ എന്താണ് തെറ്റ്? അദ്ദേഹം അടിമുടി കോൺഗ്രസ്സുകാരനല്ലേ എന്നാണ് ചോദിക്കുന്നത് KC വേണുഗോപാൽ. കേൾക്കാം ആ വാക്കുകൾ. സോഷ്യൽ മീഡിയയിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പ്രചരണം വളരെ സജീവമായി ഏറ്റെടുത്ത രീതികളും വീഡിയോയുമായി പോകുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ അതോ? ഇല്ല. പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രചരണം നടത്താൻ അവകാശമില്ലാത്ത ഒരു നാടാണോ ഇത്? അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമെല്ലാം കോൺഗ്രസിന്റേതാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഇന്ന് വന്ന വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട്. അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപം, ഫെന്നി നൈനാന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപം, ഫെന്നി നൈനാന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്ത പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപത്തിന് പിന്നിൽ MLA തന്നെയാണെന്ന് അന്വേഷണ സംഘം. ഇക്കാര്യത്തിൽ രാഹുലിനെ കർശനമായി വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചു. ഈ മാസം 17-ന് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ട് രാഹുലിന് കോടതി നോട്ടീസ് അയച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നടപടി സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ പലതവണ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അടുത്തിടെ അതിജീവിതയെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും ഫെന്നി നൈനാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അതിജീവിത SITക്ക് പരാതി നൽകിയിരുന്നു. പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫെന്നി നൈനാൻ സ്വന്തം നിലയ്ക്കല്ല ഇത് ചെയ്യുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫെന്നിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നുമാണ് കണ്ടെത്തൽ. സൈബർ അധിക്ഷേപത്തിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SIT രണ്ടാം ബലാത്സംഗ കേസിൽ ഹർജി നൽകിയത്. രാഹുലിനെ കർശനമായി വിലക്കുക എന്നതിന് പുറമെ നേരിട്ട് വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് SIT ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് ജാമ്യം റദ്ദാക്കുക എന്നതാണ്. എന്ന് വച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുക എന്നത്. കാരണം പുറത്തു നിന്നാൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നു, കേസ് തേച്ചുമായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രതിയെ പുറത്തു നിർത്തിയാൽ അത് കേസിനെ ബാധിക്കും. അതുകൊണ്ട് ജയിലിലേക്ക് തിരിച്ചു പോകണം എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുമോ? പിന്നെ എന്തിനാണ് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഫെന്നി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഫെന്നി നൈനാൻ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ശ്രമിച്ചു. അതിന് പിറകിൽ ആരാണ്? SIT പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫെന്നി നൈനാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നർത്ഥം. അങ്ങനെ ചെയ്യുന്ന ഒരാളെ പുറത്തു നിർത്തുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി ഒരു തീരുമാനമെടുക്കട്ടെ, കോടതിക്ക് മുന്നിൽ അത് വിടാം. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് ഇടയിലാണ് KC വേണുഗോപാൽ വെള്ളപൂശാൻ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ. എന്താണ് ചോദിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടപെട്ടാൽ എന്താണ് തെറ്റ്? രാഹുൽ മാങ്കൂട്ടത്തിൽ അടിമുട്ടി ഒരു കോൺഗ്രസ്സുകാരനല്ലേ? പറയുന്നത് AICCയുടെ സംഘടന ജനറൽ സെക്രട്ടറിയാണ്, KC വേണുഗോപാൽ MP ആണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അഭിപ്രായമാണ്, കോൺഗ്രസിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടിനെ തള്ളിക്കൊണ്ട് ഇനി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ നടപടികളിൽ ഇടപെടട്ടെ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിക്കട്ടെ എന്നാണ് പറയുന്നത് KC വേണുഗോപാൽ. എന്ന് വെച്ചാൽ ജയിലിലേക്ക് പോകുമോ ഇല്ലയോ എന്ന സംശയത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശാൻ രംഗത്തിറങ്ങുന്നത്
AICC ജനറൽ സെക്രട്ടറിയാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് ഇത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കക്ഷത്ത് വെച്ച് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും നടക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണവും.